ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും സ്കിൽ ഇന്ത്യ സംരംഭത്തിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂസ, ജിലേബി, ലഡ്ഡു തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ മുന്നറിയിപ്പ് ലേബലുകൾ നൽകാൻ നിർദ്ദേശിച്ചതായുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 7 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയാക്കണമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്രകാരൻ സത്യജിത് റേയുടെ ബംഗ്ലാദേശിലെ പൂർവിക സ്വത്ത് പൊളിച്ചു നീക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യ. കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് 4ാം റൌണ്ടിൽ ഇന്ത്യയുടെ ആർ വൈശാലി, കൊനേരു ഹംപി ഉൾപ്പെടെയുള്ളവർ ഇന്ന് മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. സ്കിൽ ഇന്ത്യ സംരംഭം നിരവധി യുവജനങ്ങൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ടെന്നും പുതിയ കഴിവുകൾ നൽകി യുവാക്കളെ ശക്തിപ്പെടുത്തുകയും അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദൌത്യം 10 വർഷം തികയുമ്പോൾ നൈപുണ്യമുള്ളതും സ്വാശ്രയത്വമുള്ളതുമായ യുവതയെ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരിയുടെ സമൂഹമാധ്യമ പോസ്റ്റിന് മറുപടിയായി ശ്രീ മോദി പറഞ്ഞു. സമൂസ, ജിലേബി, ലഡ്ഡു തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ മുന്നറിയിപ്പ് ലേബലുകൾ നൽകാൻ നിർദ്ദേശിച്ചതായുള്ള മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രത്യേക നിർദ്ദേശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യയിലെ സമ്പന്നമായ തെരുവ് ഭക്ഷണ സംസ്കാരത്തെ ഇത് ലക്ഷ്യമിടുന്നില്ലെന്നും വ്യക്തമാക്കി. തൊഴിലിടങ്ങളിലെ ഭക്ഷണശാലകളിൽ കൊഴുപ്പിന്റെയും അധിക പഞ്ചസാരയുടെയും ദോഷവശങ്ങളെക്കുറിച്ച് അവബോധം ഉണർത്തുന്ന ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. 7 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. 7 വയസ്സ് തികഞ്ഞെങ്കിലും ഇതുവരെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണ് നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയാക്കേണ്ടത്. 7 വയസ്സിന് ശേഷവും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയായില്ലെങ്കിൽ നിലവിലുള്ള ആധാർ നമ്പർ നിർജ്ജീവമായേക്കും. ഉത്തരാഖണ്ഡിലെ പിത്തോറാഗഡിലുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിക്കുകയും 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്രകാരൻ സത്യജിത് റേയുടെ പൂർവിക സ്വത്ത് പൊളിച്ചു നീക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ട് ഇന്ത്യ. ബംഗ്ലാ സാംസ്കാരിക നവോത്ഥാന പ്രതീകമെന്ന നിലയിൽ കെട്ടിടം സംരക്ഷിക്കാൻ ഇന്ത്യ സഹായം വാഗ്ദാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും പൊതു സംസ്കാരത്തിന്റെ പ്രതീകമായ ഒരു മ്യൂസിയമാക്കി ഇത് മാറ്റാൻ ഇന്ത്യ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു. സത്യജിത് റേയുടെ മുത്തച്ഛനും സാഹിത്യകാരനുമായ ഉപേന്ദ്ര കിഷോർ റേ ചൌധരിയുടേതാണ് ചരിത്രപ്രധാനമായ ഈ കെട്ടിടം. നൂതന സാങ്കേതിക വിദ്യ ഉചിതമായി ഉപയോഗിച്ചാൽ ഗ്രാമീണ മേഖലയിലെ സാഹചര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് നഗരങ്ങളിലേക്ക് കുടിയേറേണ്ട ആവശ്യം വരില്ലെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ 12ാമത് ദേശീയ CSR ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സാമൂഹിക സാമ്പത്തിക ഓഡിറ്റുകൾ നടത്തണമെന്ന് അദ്ദേഹം വ്യവസായ പങ്കാളികളോട് ആവശ്യപ്പെട്ടു. CSR की व्याप्ति काफी बड़ी है, पर विशेष रूप से रूरल एग्रीकल्चर ट्राइबल इस सेक्टर में जल, जमीन, जंगल और जानवर आधारित काम करने की खूब आवश्यकता है. तो इसलिए जो और सामाजिक आर्थिक शैक्षणिक रूप से और पिछड़े हुए हैं, वो जो लास्ट मैन ऑफ द सोसाइटी है, उनके पास परिणामकारक रूप से अगर हम जाएंगे और केवल हम सेवा तो करते रहे, पर सेवा से ज्यादा उनके प्रशिक्षण और स्किल को डेवलप करके उनके अपने पैरों पर अगर खड़ा करते हैं तो फिर हमें ज्यादा दिन उसके लिए कुछ करने की आवश्यकता नहीं होती. ചരിത്രം കുറിച്ച് 18 ദിവസത്തെ ആക്സിയം 4 ബഹിരാകാശ ദൌത്യത്തിനു ശേഷം ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ല ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം സുരക്ഷിതമായി ഇന്നലെ ഭൂമിയിൽ തിരിച്ചെത്തി. 4 അംഗ സംഘത്തെയും വഹിച്ചുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം കാലിഫോർണിയയ്ക്കടുത്തുള്ള സാൻ ഡീഗോ തീരത്ത് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ലാൻഡിംഗ് നടത്തി. സഞ്ചാരികളെല്ലാം സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് അധികൃതർ അറിയിച്ചു. 4 യാത്രികരും ഒരാഴ്ചത്തെ ആരോഗ്യ നിരീക്ഷണത്തിലായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ബെയ്ജിംഗിൽ SCO അംഗങ്ങൾക്കൊപ്പം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സന്ദർശിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ചൈനീസ് പ്രസിഡന്റിനെ അറിയിച്ചതായി ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഇറാനിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ഇറാനിലെ ഇന്ത്യൻ എംബസി. മേഖലയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ ആശങ്കകൾ പരിഗണിച്ചാണ് നിർദ്ദേശം. ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാരിൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിലവിൽ ലഭ്യമായ വിമാനത്തിന്റെയോ ഫെറിയുടെയോ സേവനം ഉപയോഗിക്കാമെന്നും എംബസി അറിയിച്ചു. ഇന്ത്യയുടെ വികസന യാത്രയുടെ കാതൽ വിദ്യാഭ്യാസമായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ന്യൂഡൽഹിയിൽ രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. Even as this seminar will delve deeply into the various challenges related to providing equitable access to quality education for all, I hope I can anchor the discussions you will have with a more fundamental concern to examine the right to education as a means towards becoming a developed country. As straightforward as it may seem, it must be emphasized that education is fundamental to development. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 19 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. യമനിൽ നടത്താനിരുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. നിമിഷപ്രിയയുടെ കുടുംബത്തിന് എതിർകക്ഷിയുമായി സംസാരിച്ച് പരിഹാരത്തിലെത്താൻ കൂടുതൽ സമയം തേടുന്നതിന് സർക്കാർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായാണ് വധശിക്ഷ മാറ്റിയതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിയതിൽ സന്തോഷമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആശ്വാസ വാർത്തയ്ക്ക് കാരണം പല തലങ്ങളിൽ നിന്നുള്ള കൂട്ടായ പരിശ്രമമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ച വാർത്ത ആശ്വാസജനകവും പ്രതീക്ഷാനിർഭരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമങ്ങൾ ശ്രദ്ധേയമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജോർജിയയിലെ ബറ്റൂമിയിൽ നടക്കുന്ന ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് 4ാം റൌണ്ടിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മാറ്റുരയ്ക്കും. ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനമുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആർ വൈശാലി, ഹരിക ദ്രോണവല്ലി, കൊനേരു ഹംപി, ദിവ്യ ദേശ്മുഖ് എന്നിവരാണ് 4ാം റൌണ്ടിൽ മത്സരിക്കുന്നത്. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ടൂർണമെന്റിന് ഇന്ന് ടോക്കിയോയിൽ തുടക്കമാകും. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ PV സിന്ധു, ലക്ഷ്യ സെൻ, പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി എന്നിവരുൾപ്പെടെ ഇന്ത്യയിലെ ബാഡ്മിന്റൺ താരങ്ങൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ഇന്ന് രാവിലെ ആദ്യ റൌണ്ടിൽ കൊറിയൻ സഖ്യത്തെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം നേരിടും. PV സിന്ധു ഇന്ന് തന്റെ ആദ്യ റൌണ്ടിൽ ദക്ഷിണ കൊറിയയുടെ സിം യൂജിനെ നേരിടും. മലപ്പുറം ജില്ലയിലും പാലക്കാടും നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ വവ്വാലുകളെ ആട്ടിയോടിക്കുന്നതും ആവാസ കേന്ദ്രം നശിപ്പിക്കുന്നതും കൂടുതൽ അപകടകരമാണെന്ന് ജില്ലാ ടാസ്ക് ഫോഴ്സ് സംഘത്തിന്റെ മുന്നറിയിപ്പ്. വവ്വാലുകളിൽ നിന്നും നിപ പടരുന്നുവെന്ന കാരണത്താൽ ഇവയെ കൂട്ടത്തോടെ ഇല്ലാതാക്കുന്നത് വൈറസ് വ്യാപനത്തിന് കാരണമാകുമെന്നാണ് ആശങ്ക. നിലവിൽ നിപ ലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തുന്നവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. ഇതിനു പുറമെ മസ്തിഷ്ക ജ്വരം ബാധിച്ചെത്തുന്നവരുടെ സാമ്പിളുകളും പരിശോധിക്കാൻ കളക്ടർ അധ്യക്ഷനായ ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും സ്കിൽ ഇന്ത്യ സംരംഭത്തിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂസ, ജിലേബി, ലഡ്ഡു തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ മുന്നറിയിപ്പ് ലേബലുകൾ നൽകാൻ നിർദ്ദേശിച്ചതായുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 7 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയാക്കണമെന്ന് യൂണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്രകാരൻ സത്യജിത് റേയുടെ ബംഗ്ലാദേശിലെ പൂർവിക സ്വത്ത് പൊളിച്ചു നീക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യ. കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് 4ാം റൌണ്ടിൽ ഇന്ത്യയുടെ ആർ വൈശാലി, കൊനേരു ഹംപി ഉൾപ്പെടെയുള്ളവർ ഇന്ന് മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.